ഗൈസ് അപ്പോൾ നമുക്ക് ഇത് ഫസ്റ്റ് തന്നെ ചെറിയൊരു വരാലടിച്ചിട്ടുണ്ട്. അതിലധികം വെള്ളമൊന്നുമില്ല, കയറിക്കെടുക്കുകയാണ് വെള്ളത്തേക്ക്. കണ്ടില്ലേ? നമുക്ക് ഇവിടെ നോക്കി നോക്കാം. ഇപ്പുറത്ത് വലിയൊരു കുളമുണ്ട്, ആ കുളത്തിലാണ് മീനൊക്കെ ഉള്ളത്. ഇത് അത്ര വലുതൊന്നല്ല, ഇടത്തരം മീനാണ്. ഇത് 250 ഗ്രാം കഷ്ടി വലുപ്പുണ്ടാവും. അപ്പോൾ നമുക്കതിനെ എടുത്തിട്ട് പതുക്കെ വീണ്ടും അടിച്ചു നോക്കി നോക്കാം. പിന്നെ ഞാൻ മാത്രമല്ല വന്നിട്ടുള്ളത്, നമുക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ, ചാട്ടനുണ്ട്. ഞങ്ങൾ ഓടിയും കൈ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഒന്നിൽ കിട്ടുമോ നോക്കി നോക്കാം. അപ്പോൾ അതിന് നമ്മൾ കണ്ടില്ലേ റിലീസ് ചെയ്തു. നല്ല തരക്കേടില്ലാത്തൊരു ഉണ്ടാ, അത്ര ചെറുത് നാടൻ വരാലാണ്. നമ്മളതിനെ മെല്ലെ നമ്മുടെ വലയിലേക്ക് ഇട്ടിട്ട് അടുത്തന്നെ കിട്ടുമോ നോക്കി നോക്കാം. ഇവിടെ നിന്ന് നമുക്ക് വലിയ മീനൊക്കെ കിട്ടാറുണ്ടായിരുന്നു മുന്നേ. ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് അറിയില്ല. കുറേയൊക്കെ ഇന്നലെ കയറിപ്പോയി എന്ന് പറഞ്ഞു. എന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഒക്കെ ഒരുപാട് സാധനങ്ങൾ പാടത്തേക്ക് എത്തി. നമ്മൾ ഇതിനെ കണ്ടില്ലേ, ഈ വെള്ളത്തിൽ കെട്ടിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത് കാശ് ചെയ്ത് നോക്കി നോക്കാം. ഇതിൻ്റെ ആ മൂലക്കിലാണ് ഒരു ചാലുള്ളത്. പിന്നെ ഇത് ചേട്ട വയ്ക്കാണ്ട് അവിടെ ഇവിടെ ഒരു 1-2 എണ്ണമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. രക്ഷ കുളത്ത് തിരിഞ്ഞു പോയി. അറ്റത്ത് നല്ലൊരു വലിയ ബാല എടുക്കുന്നുണ്ട്. ജസ്റ്റ് നിറഞ്ഞ് അപ്പുറത്തേക്ക് ഇങ്ങോട്ട് വലിച്ചു നോക്കി നോക്കാം. അവിടെയാണ് അതിൻ്റെ ചാലുള്ളത്. നല്ല വലിയൊരു വരാലാണ്. ശേ, എന്താന്ന് പോയി. ആ ഒരു രാലോടെ കിടക്കുന്നുണ്ട്, നല്ല വലുത്. ചിലപ്പോൾ പിടിക്കും. പിടിക്കണ്ട, പോവാ. ചിലപ്പോൾ പിടിക്കും. പിടിക്കണ്ട, പോവാൻ. അയ്യോ, കുട്ടിക്ക് ചണ്ടിയിൽ കുടിക്ക്. ഗൈസ്, ചണ്ടിയിൽ കുടിക്ക്. കളയാൻ പാടില്ല. ഗൈസ് കണ്ടില്ലേ, നല്ല കിഡിലിന് ഒരു 1/2 കിലോന് മേലെ സൈസുള്ള നടൻ വരാല്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇത് മോശമായില്ല. നടക്കുന്നുണ്ടില്ലേ, അത് നമ്മൾ പാടത്തു കൂടെ വെച്ച് വലിക്കുന്നു. വാവ്, എന്താ അവൻ്റെ ഓട്ടം ചാടി. അവിടെ എടുക്കട്ടെ, നമുക്ക് പതുക്കെ എടുക്കണം. ഗൈസ്, ഈ കാണുന്നത് വലിയൊരു കുളമാണ്. നിറച്ച് ചണ്ടി പിടിച്ചിങ്ങനെ തിങ്ങി കെടുക്കുക. അപ്പം അവിടെ നിന്നാണ് നമുക്ക് ഇങ്ങനെ മീൻ കിട്ടുന്നത്. പാടാ, എന്നാൽ നമുക്കിപ്പോൾ കിട്ടിയ വരാല് ഇവിടെ എടുക്കട്ടെ. നമുക്ക് അവനെ മെല്ലെ റിലീസ് ചെയ്യണം. ഓ, ഭയങ്കര ഉറപ്പിലാണ് അവൻ പിടിച്ചേക്കണത്. ചെറിയ ഒരൊറ്റ കുളത്തെ കയറിയിട്ടുള്ളൂ, അത്ര വലിയ ഹുക്കപ്പൊന്നുമില്ല. നമുക്ക് പിന്നെ വീണ്ടും വെള്ളത്തിൽ തന്നെ ഇടാം.
രണ്ടെണ്ണം അവിടെ കിടക്കട്ടെ, നമുക്ക് അടുത്ത് വിട്ട് നോക്കി നോക്കാം. പിടിക്കാൻ സാധ്യത ഉണ്ട്. അയ്യേ, പിടിച്ചതായിരുന്നു, ഞാൻ വിട്ടു. നല്ലൊരു സ്ട്രൈക്ക് അത് പോയി. നല്ലൊരു സ്ട്രൈക്ക് അത് പോയി. നമുക്ക് തിരിച്ചു വിളിക്കുള്ള സമയം അവൻ തന്നില്ല. അതിന് മുന്നേ അവനതും കൊണ്ടുപോയി. വലിയ മീനായിരുന്നു. എന്താണെങ്കിലോ ഒടുക്കത്തെ കെട്ടുമായി, കണ്ടില്ലേ ഫ്രണ്ട്സ്. ഞാനിന്ന് മീൻ പിടിക്കിറങ്ങിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെ, ഈ കാണുന്ന പിള്ളേരൊക്കെ മൊത്തം നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ്. അവർ കുറേ നേരമായി പറയണത് എന്നെ അവിടെ കണ്ടുപരിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞേക്കണത്. അപ്പോൾ അതിങ്ങനെ പറഞ്ഞു കേട്ട സന്തോഷം. ഇതൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ, ഈ കാണുന്ന പിറകിൽ കാണുന്നതൊക്കെ. പോരെ, അവിടെ മീനുണ്ട്. അതാ വരുന്നുണ്ടാ, ആ പോയി കണ്ടാ, നല്ലൊരു മീൻ. ആ മീനുള്ള അവിടെ ആ മീനായിരുന്നു അവിടെ ഉണ്ടായിരുന്നുകൊണ്ട്. വലിയ മീനാണ് വന്നത് നേരത്തെ. അതിനെ ഒഞ്ചിച്ചാട്ടൻ ഊരി ഉണ്ടാവുക. ആടണോണ്ടാ, നല്ല മീനാ. സ്ട്രൈക്ക്. കുറേ നേരമായി അത് അവിടെ കിടന്ന് നടക്കണ്. ഇപ്പൊ പിടിച്ചു. ആ, ഇതേക്കാൾ വലിയ മീനുണ്ട്. നമുക്ക് നോക്കി നോക്കാം. കുറച്ചവിടെ നിൽക്ക്, അവിടെ പൊന്തി വരട്ടെ. ഇപ്പൊ കുറേ നേരമായി അവിടെ വരുന്നില്ല, അവിടെ ഇട്ട് പൊരിക്കുമ്പോൾ വരുന്നില്ല. ഇവനൊക്കെ നമ്മൾ കൊടുക്കും. ഫ്രൈ ഒന്നും വെക്കില്ല. ഇവിടെ എടുക്കട്ടെ, ഞാൻ പോരാട്ടാ. ഇടുക്കെടുത്തോടെ എടുത്തിട്ടാ ഞാൻ ഓടിപ്പിക്കാനട്ടാ. ഇവിടെ തന്നെ വരണേ, വേറെ അങ്ങോട്ട് കൊണ്ടുപോകണ്ടേ. മീനുകളുണ്ടോ നോക്കിയോട്ടെ ആദ്യം. എവിടെ അത് പോയാ? കുറച്ചുകൂടെ കണ്ട് കയറി വീണം. ആ നിൽക്കണം അവിടെ ഒരെണ്ണം. അത് അത്ര ചെറുതല്ല, നല്ലൊരു ഇടത്തരം മീൻ. എറിഞ്ഞു കളിച്ചിട്ട് കിട്ടും നോക്കി നോക്കാം. തൊട്ട ബാക്ക് നട്ട മാർക്കേണ്ടത്. അങ്ങനെ വലിക്കാനല്ലാണ്ട് ഹുക്കപ്പാവില്ല, ഊരി പോവും. ആ, അതിനൊക്കെ കയറണ്ടേ. അവിടെ ഉണ്ട് അല്ലേ, അതൊക്കെ എന്ത് മീനല്ലേ? ആടാ, സ്പിന്നറിലാണ് കടിക്കുക. ആണ്ടാ, സ്പിന്നറിലാണ് കടിക്കുക. സ്പിന്നറിൽ അടിക്കാനുണ്ടേ. സ്മെല്ലെടുത്തിട്ട് കാര്യമില്ല. അവിടെ നിന്ന് കുറച്ച് നീക്ക്, കാരണം ഇത് വരിക്കുമ്പോൾ അങ്ങോട്ടാണ് കൂടുതൽ അതിൻ്റെ ഇത് വരും.
ഇപ്പുറത്തേക്ക് വന്നു. ആ നിൽക്കണ പറഞ്ഞ വലുത്. വന്നില്ല അല്ലേ? അവിടെ നിൽക്കണ്ട്. അവിടെ നിൽക്കണ്ട്. അതെന്തത് പെട്ടെന്നുണ്ടായില്ലേ? ഇത് കിട്ടാണ്ട് പിന്നെ അത്ര വലുതല്ലോ, എന്നാലും കുഴപ്പമില്ല. എന്താണ് ചാടി 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 പോ. ആ ഊരിയില്ലേ? ഊരിയുണ്ട്. ഇളക്കണ്ട ഇളക്കണ്ട. ആ തുണമീനായിരിക്കും അതിൻ്റെ. എന്നല്ല അവിടെ വന്നത് ഇപ്പോൾ 2 കിലോ എടുക്കണ്ട പോയി. ഓ എന്ത് വന്നിട്ടാ അവിടെ അധികം ഇളക്കണ്ട, അത് ചിലപ്പോൾ പിടിക്കാൻ സാധ്യതയുണ്ട്. ഗൈസ് ഈ സൈഡിലൊക്കെ അത്യാവശ്യം നല്ല തോനെ മീനുകളുണ്ട്, പക്ഷെ ഒന്നും പിടിക്കുന്നു കാണുന്നില്ല. നിൽക്കുന്നു ചെറുത് പറഞ്ഞ അവിടെ. ആ പറഞ്ഞത് അവിടെ ഗ്യാപ്പാക്കിയിട്ട് കൊടുക്കും. വലിയ മീനാ, വലിയ മീൻ തന്നെ ഒരു 1.5 കിലോന് പുറത്തുണ്ടാവും. ആ പോയി നല്ലൊരു മീനുള്ളത്. ഗ്യാപ്പാക്കിയിട്ടോ ധൈര്യമായിട്ട് പോകണമെങ്കിൽ പോട്ടെ. ഗംഭീര മീനാ, ഞാൻ കണ്ടല്ലേ. കുറഞ്ഞൊരു 1.5 കിലോ മേലെ ഉണ്ടാവുള്ളൂ. ആ പട്ടയം കൂടെ എടുത്തേക്ക്. അവിടെ തൊട്ടടുത്ത് നിന്ന് ഊതിക്കാണ്ട് ഇത്ര അകലെ നിന്നിട്ട് ഊതേണ്ട ആവശ്യമില്ല. തൊട്ടടുത്ത് നല്ല തൂത്തുന്നുണ്ടാണ്, അത് ചെറുത് ഊതിട്ട് കാര്യമില്ലേനി. ഒറ്റയടിക്ക് അതിൻ്റെ ചകള പൊളിച്ചാണ്ട് പോകണം അപ്പുറത്തേക്ക്. ഏ
നമുക്ക് വെച്ചില്ല. ചേട്ടേ നമുക്ക് കുറേ കുട്ടികൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കുറേ നേരമായിട്ട് അവിടെ വരുന്നേ. ഇപ്പോഴാണ് അവനൊന്ന് കിട്ടിയത് കയ്യിൽ. ഞാൻ അങ്ങോട്ട് കിട്ടുവാ. 1 കിലോ ഉണ്ടാവില്ല, നേരത്തെ കിട്ടിയ അത്ര ഉണ്ട്. 800 ഗ്രാമൊക്കെ ഉണ്ടാവും. ഗൈസ് ഇവൻ കുറേ നേരമായി അവിടെ വരുന്നവൻ ഇപ്പോഴാണ് നമ്മുടെ കയ്യിൽ കിട്ടിയത്. എത്ര നേരം ഞാൻ എറിഞ്ഞെന്ന് പറയാം മുന്നേ കണ്ടിട്ട്. വലയിലൊക്കെ ഒട്ടും സമയം കളയണ്ട. നമുക്ക് എൻ്റെ വായനത് എടുക്കണ്ടേ. എന്താ പിന്നെ വായിൽ ഇത്ര ഉറപ്പാ. പൊളന്ന് കിട്ടി. എൻ്റെ വായ്ക്കകത്ത് കയറി ഒന്ന് വെടി വെച്ചാലേ റെഡി ആവത്തുള്ളൂ. ഗൈസ് നമ്മുടെ ഫ്രോഗ് എടുക്കാൻ കിട്ടണില്ല. നന്നായിട്ട് ഹുക്കപ്പ് ആയിട്ടുണ്ട്. വലിയ ഹുക്കപ്പ് 2 കുളത്തും കയറിയിട്ടുണ്ടായിരുന്നു. നമുക്ക് തിരിച്ചെടുത്തു കൂട്ടാണ്ട്. ഗീഷേട്ടേ ഞാൻ പൊട്ടെന്നാ. കവറുണ്ടോ നിങ്ങളുടെ അടുത്ത്? കവറുണ്ടോ? അതിലിട്ട് തരാം കേട്ടോ. ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ മീൻപിടുത്തം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു മീൻ കൊടുക്കുകയോ ചോദിച്ചു. അപ്പോൾ നമ്മളത് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളത് കൊടുക്കാൻ പോവുകയാണ്. ഗൈസ് അപ്പോൾ കണ്ടില്ലേ, ഇത്രയും മീനാണ് നമുക്ക് കിട്ടിയത്. ഇപ്പോൾ ഒരു സമയം ഉച്ചയാവാനായിട്ടുണ്ട്. നമ്മളിവിടെ നിർത്തി. ഇനി പിന്നെ എപ്പോഴേലും ഒഴിവുള്ളപ്പോൾ വരാം. അപ്പോൾ അവരിത് ഈ വലയിലിട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളെന്നെ ഒന്നുകൂടി കാണിച്ചു കൊടുക്കുക എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ. ഗൈസ് അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കണ അത്ര തരക്കേടില്ലാത്തൊരു വരാൽ തന്നെയാണ്. നമ്മളിത് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പാർട്ടി കളയണ്ട. അപ്പോൾ ശരി മച്ചാമാരെ, ഞങ്ങളെ പോവാണ്. പറഞ്ഞു ബൈ. നമ്മളിത് വീട്ടിലേക്ക് വന്നു. നമ്മളതിനെ വെച്ചിട്ട് ഡ്രമ്മിലിടാൻ പോവാണ്. കാണിച്ചു തരാം. നമുക്ക് പിടിക്കുന്ന സ്ഥലത്തുനിന്ന് ഇത് പുറത്തേക്ക് എടുത്തിട്ട് കാണിക്കാൻ പറ്റിയില്ല, കാരണം പാടത്ത് നിറച്ച് വെള്ളമായിരുന്നു.
നമുക്കിത് അഴിച്ചിട്ട് കാണിച്ചു തരാം. ഈ ഡ്രമ്മിൽ ഉള്ളത് ആ ഡ്രമ്മിൽ ഉള്ളത് അരമ്പെള്ളമൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇപ്പോൾ ഫ്രോഗിലടിച്ച മീനോട് കണ്ടില്ലേ സൈസ് വരാനോട് നമ്മൾ തൽക്കാലം പിടിച്ചിട്ട് നേരെ ഡ്രമ്മിലിടാം. ഡ്രമ്മിലേക്ക് കണ്ടിട്ടോ. ഗൈസ്, അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.